എന്റെ പൊന്ന് ചേച്ചി, പവർ ടീമിനോട് മണ്ടത്തരം കാണിക്കരുത് എന്നൊന്ന് പറയൂ. അയാൾക്കൊന്നും ജയിലില് സ്ക്രീൻ സ്പേസ് ഉണ്ടാക്കി കൊടുക്കാതിരിക്കുന്നതാണ് നമ്മുടെ ഗെയിം. ജിൻഡോയെ ജയിലിലോടൊന്നും പവർ ടീം നോമിനേറ്റ് ചെയ്യരുത്, അത് ഏറ്റവും വലിയ മണ്ടത്തരമാണ്. നമ്മുടെ അഭിഷേക് ഇപ്പോ ലൈവിൽ ഇരുന്ന് പറഞ്ഞൊരു കാര്യമാണ്. ശ്രീരേഖയോടും ഋഷിയോടും ഇതിനെക്കുറിച്ച് സംസാരിക്കുന്നുണ്ട് അഭിഷേക്. ആദ്യം ശ്രീരേഖ, പിന്നീട് ഋഷി, പിന്നെ രണ്ടുപേരും അവിടെ ഇരിക്കുന്നുണ്ട്. ഋഷിയോട് പറയുകയാണ് ജിൻഡോ ഒരു തിരുമണ്ടനാണ്, അയാൾക്ക് സ്പേസ് ഉണ്ടാക്കി സിമ്പതി വോട്ട് പിടിച്ചു കൊടുക്കുന്ന പരിപാടിക്ക് നീയും കൂട്ട് നിൽക്കരുത്. ജിൻഡോയും സിജോയും അല്ലാതെ വേറെ രണ്ടുപേരെ നിങ്ങൾ പ്ലാൻ ചെയ്യുക. ജയിലിൽ പോയാൽ വലിയ സ്പേസ് ഉണ്ടാക്കാൻ സാധ്യതയില്ലാത്തത് ആരാണ് എന്ന് ആലോചിക്കുക. ശ്രീരേഖ രാവിലെ സായിയോടും പിന്നെ അതേപോലെ ശരണ്യോടും ഒക്കെ പറയുന്നത് കേട്ടൊരു കാര്യമാണ്, ജിൻഡോയെയും സിജോയെയും ജയിലിൽ വിടാം എന്നുള്ളത്. ആ പ്ലാൻ എന്തൊരു വലിയ പൊട്ടത്തരമാണ് എന്ന് അഭിഷേകിന് മനസ്സിലായി. പുറത്തുനിന്ന് ഗെയിം കണ്ടിട്ട് പോയതുകൊണ്ടായിരിക്കാം കേട്ടോ ചിലപ്പം അഭിഷേകിന് അങ്ങനെ പറയാൻ തോന്നിയത്. ജയിലില് കൊണ്ട് ഏറ്റവും സ്കോർ ചെയ്തിട്ടുള്ള അല്ലെങ്കിൽ മൈലേജ് കിട്ടിയിട്ടുള്ള ഒരാളാണ് ജിൻഡോ. ആദ്യം രതീഷിന്റെ കൂടെ ആയിക്കഴിഞ്ഞാലും പിന്നീട് ജാസ്മിന്റെ കൂടെ ആയിക്കഴിഞ്ഞാലും ആ പുള്ളി കണ്ടന്റുകൾ കൊടുത്ത് കോൺട്രിബ്യൂട്ട് ചെയ്തിട്ടേ ഉള്ളൂ. ഏറ്റവും കിഡിലൻ 2 ജയിലുകളിലാണ് ജിൻഡോ ഉണ്ടായിരുന്നത്. ഇനി നമ്മുടെ സിജോടോടെ പോയാലും രണ്ടുപേരും കൂടെ അവിടെ അടിച്ചു പൊളിക്കും എന്നതിന് യാതൊരുവിധ ഡൗട്ടും ഇല്ല. അപ്പൊ അതുകൊണ്ട് അഭിഷേക് പറഞ്ഞത് വളരെ കറക്റ്റ് ആയിട്ടുള്ള ഒരു പോയിന്റ് ആണ്. ജിൻഡോയുടെ സ്പേസ് കൃത്യമായി ഉപയോഗിക്കുകയും ചെയ്യും. അതുകൊണ്ട് പുള്ളി ഉണ്ടാക്കിയെടുക്കുന്ന ഒരു മൈലേജ് അവിടെ വേറെ ആർക്കും ഉണ്ടാക്കിയെടുക്കാൻ സാധിക്കത്തുമില്ല. അതുകൊണ്ട് അഭിഷേക് കൃത്യമായി ഈ ഒരു ഗെയിം മനസ്സിലാക്കി വെച്ചിട്ടുണ്ട് എന്നാണ് എനിക്ക് തോന്നുന്നത്. കൂടുതൽ ലൈവ് അപ്ഡേറ്റുകളുമായിട്ട് വീണ്ടും കാണാം.